എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദിസ് ഈസ് ജംഷിദ് ഗഫൂർ, യുവർ ബോഡി ട്രാവലർ. അപ്പോൾ പറഞ്ഞതുപോലെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം ഉള്ളത് വേറെ എവിടെയുമല്ല, UAE-ലാണ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലാണ് ഉള്ളത്, അബുദാബിയിൽ. അപ്പോൾ ഇപ്പം വിസിറ്റിങ്ങിന് വീണ്ടും പ്രവാസിയായിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, എൻ്റെ ചാനൽ സ്റ്റാർട്ടിങ് തൊട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാം. അതായത് കുവൈത്തിൽ നിന്നും പ്രവാസം അവസാനിപ്പിച്ച് ഇനി എനിക്കൊരു പ്രവാസ ജീവിതം വേണ്ട എന്നുള്ളൊരു മൈൻഡിൽ പ്രവാസ ജീവിതം കംപ്ലീറ്റ് ആയിട്ട് നിർത്തി ഇനിയുള്ള കാലം ജീവിതം നാട്ടിൽ ജീവിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നാട്ടിലേക്ക് ഞാൻ ക്യാൻസൽ ചെയ്തിട്ട് വന്നത്. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയതും ഇവിടം വരെ എത്തിയതും. അപ്പോൾ 2 വർഷവും 2 മാസത്തോളം ഞാൻ നാട്ടിൽ നിന്നു. പല ഇതും ചെയ്തു, വണ്ടി ഓടിച്ചു, ഓട്ടോറിക്ഷ എടുത്തു, പിന്നെ എന്താ പറയുക, ഒരു കടയിൽ നിന്നു, അങ്ങനെ എന്തൊക്കെയോ പണിയെടുത്തു. ഒന്നും നാട്ടിൽ സെറ്റാകുന്നില്ല. പിന്നെ എന്താ പറയുക, നമ്മളെ ചാനലാണെങ്കിൽ ഇപ്പോൾ 4700 സംതിങ് സബ്സ്ക്രൈബേഴ്സായി, 4.7K സബ്സ്ക്രൈബേഴ്സായി. പിന്നെ ചാനൽ മോണിറ്റൈസും കാര്യങ്ങളൊക്കെ ആയി. പക്ഷേ ഒരു എന്താ പറയുക, ഈ 4700 സബ്സ്ക്രൈബേഴ്സിന് അറ്റ്ലീസ്റ്റ് പകുതി ഒരു 2500 സബ്സ്ക്രൈബേഴ്സെങ്കിലും സ്ഥിരമായിട്ട് ഇടുന്ന വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് യൂട്യൂബിൽ നിന്നുള്ള ഒരു വരുമാനമെങ്കിലും വന്നിട്ട് പിന്നെ വേറെ എന്തെങ്കിലും നാട്ടിൽ തട്ടിമുട്ടി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ നാട്ടിൽ തന്നെ നിൽക്കട്ടേനും. പക്ഷേ യൂട്യൂബിൽ നിന്നും ഒന്നും എനിക്ക് ഇതുവരെ ₹1 വരെ കിട്ടിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയി വീണ്ടും സിറ്റുവേഷൻ വളരെ ബാഡായതുകൊണ്ട് വീണ്ടും ഒരു ട്രൈ എന്നുള്ള രീതിയിൽ വീണ്ടും പ്രവാസിയാകാൻ വേണ്ടിക്ക് വീണ്ടും ഒരു വിസിറ്റിംഗ് വിസ എടുത്ത് അബുദാബിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ വന്നിട്ട് 10 ദിവസം കഴിഞ്ഞ്. ഞാൻ 1-ാം തീയതി, മാർച്ച് 1-ാം തീയതി വന്നതാണ്. 11-ാം തീയതിയാണ് ഇപ്പോൾ. ഇന്നിപ്പോൾ 11-ാം തീയതി ആയി. ഇന്നിപ്പോൾ വീഡിയോ എടുക്കുന്ന 11-ാം തീയതി. ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കാണുന്നത് ചിലപ്പോൾ 12-13 അപ്പോൾ 10-11 ദിവസമായി വന്നിട്ട് ഇതുവരെ പണിയും കാര്യങ്ങളൊന്നും ആയിട്ടുമില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ എൻ്റെ ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് CV അയച്ചു കൊടുത്തിട്ടും ആക്കിയിട്ടൊക്കെ ഉണ്ട്. അപ്പം എന്താ പറയുക, അങ്ങനെ ഒരു വീണ്ടും പ്രവാസി ആകേണ്ടി വന്നു. കാരണം വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നാട്ടിൽ പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ ചാനലിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയൊരു എമൗണ്ട് ഒരു മാസത്തിൽ വരുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ നാട്ടിൽ നിന്ന് വേറെ എന്തെങ്കിലും ചെയ്ത് അത് ഈ ചാനലിനെ കുറച്ചും കൂടെ ഒന്നും കൂടി ഇതാക്കി അതിൻ്റെ കൂടെ നാട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു പണിയിലെടുത്തിട്ടൊക്കെ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി പോട്ടേന്. പക്ഷേ അതിലൊന്നുമില്ല, ഇപ്പുറത്തൊന്നുമില്ല എന്നുള്ള ഇതുപോലെ 2 വർഷം എങ്ങനെയല്ലോ പിടിച്ചു നിന്ന് ഇല്ലാതെ പിന്നെ അതിൻ്റെ അടുത്ത് അങ്ങോട്ടേക്ക് മുന്നോട്ട് പോകുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഞാൻ വീണ്ടും വിസിറ്റിംഗ് വിസ എടുത്ത് വീണ്ടും അബുദാബിയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അബുദാബിയിൽ വന്നിട്ട് ആദ്യമായിട്ട് എടുക്കുന്ന ഒരു എപ്പിസോഡാണിത്. അപ്പോൾ കാരണം അബുദാബിയിലേക്ക് വന്നതെന്ന് വെച്ചിട്ട് നമുക്ക് ഇത് വിടാൻ കഴിയില്ലല്ലോ, ഇത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാം എന്നാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു നല്ല രീതിയിലേക്ക് മാറുന്നോ അന്ന് നമുക്ക് എന്താണെന്ന് വെച്ചാൽ അന്നേരം നോക്കിയിട്ട് ചെയ്യാം എന്നുള്ളൊരു മൈൻഡിലാണ് വീഡിയോ ഇപ്പോഴും ഞാൻ ചെയ്യാം. അതായത് യൂട്യൂബ് വീണ്ടും ചെയ്യാം എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഇവിടെ വന്നിട്ടും ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോകുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അബുദാബി അല്ലൈനിലുള്ള ജബൽ ഹഫീത്തിലേക്കാണ്. അതൊരു വലിയ മലയാണ്. ആ മലയുടെ മുകളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ അവിടെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. നല്ല വൈബാന്നാണ് പറഞ്ഞത്. നല്ല തണുപ്പായിരിക്കും. പിന്നെ അതിൻ്റെ താഴ്വാരത്തായിട്ടൊരു അരുവിയുണ്ട്, ഭയങ്കര എപ്പോഴും ചൂടുവെള്ളം ഒഴുകുന്ന ഒരു അരുവിയാണ് എന്നൊക്കെ പറയുന്നൊക്കെ കേട്ടിട്ടുണ്ടായിന്. ഞാൻ അല്ലയിൽ മുമ്പ് ഒരു 10 വർഷം മുമ്പ് ഒരു വർഷത്തോളം അല്ലയിലുണ്ടായിന്. പക്ഷേ എന്നിട്ട് ഞാൻ ആ മലയുടെ മുകളിൽ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ അവിടത്തേക്ക് ഇപ്പോൾ അനിയൻ കൂട്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അനിയനും വേറൊരു കാരണവറ മോനും വേറൊരു കയറമോനായിട്ട് അങ്ങനെ ഞങ്ങൾ 4 പേരാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ടേക്ക് പോകാനുള്ളൊരു പുറപ്പാടിലാണ്. അപ്പം നമുക്ക് പോകുന്ന വഴിയിൽ കാര്യങ്ങളൊക്കെ കണ്ടു പോകാം. പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ UAE-യിലുള്ള എല്ലാ ഫ്രണ്ട്സിനോടും എല്ലാവരോടും പറയുകയാണ്, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ UAE നമ്പർ കൊടുക്കാം. എന്തെങ്കിലും ജോബ് വേക്കൻസികൾ ഓഫർ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് വിളിക്കുക. എന്തെങ്കിലും ഓഫറോ കാര്യങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക. ഇൻഷാ അല്ലാ നമുക്ക് പറ്റുന്നതാണെങ്കിലും പണിക്ക് കയറാമല്ലോ. പിന്നെ അതിൻ്റെ കൂടെ വീഡിയോസും ചെയ്യും. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ജബൽ ഹഫീത്ത് നമ്മൾ ഏകദേശം എത്താറായി. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടേക്ക് ഇപ്പോൾ കാണുന്നുണ്ട്. അതിൻ്റെ താഴെ തൊട്ട് ആ ചുരം ഇങ്ങനെ കയറുന്ന മുകളിൽ വരെ നമ്മുടെ ചൈനയിലെ മറ്റേ കാണുന്നൊരു മറ്റേതില്ലേ, ഈ ഒരു ഗേറ്റ്, ഒരു സംഭവം, ആ വൻമതിൽ, അതിങ്ങനെ പോകുന്ന ഒരു സാധനം, അതുപോലെ ഉള്ളൊരു ഇങ്ങനെ പാമ്പ് പോകുന്ന പോലെ ലൈറ്റിക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മാക്സിമം എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഇപ്പം ഇത് തന്നെ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല. നിങ്ങൾക്കറിയാം ഗോപ്രോൻ്റെ ഒരു കാര്യം. അപ്പം നമ്മളെന്തായാലും ആ ഒരു ഇത് കണ്ട് നമുക്ക് മലയുടെ മുകളിലേക്ക് കയറാം.
ഫൈനലി ഗായ്സ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ജബൽ ഹഫീത്തിന്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ എൻ്റെ ബാക്കിൽ കാണുന്നുണ്ടാവും മലയല്ലട കുന്ന് മറ്റേ 16 അടിയന്തരം നടന്നില്ലേ കുന്ന് എന്ന് പറഞ്ഞ പോലെ. അതായത് കുന്നുണ്ട്. പിന്നെ ഇത് പാർക്കിംഗ് ആണ് വണ്ടിയുടെ. അപ്പോൾ രാത്രി ആയതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല. എന്നെക്കൊണ്ട് മാക്സിമം കാണിക്കാൻ പറ്റുന്ന ക്ലാരിറ്റി ഞാൻ ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ആൾക്കാർ അവിടെയൊക്കെ പിന്നെ ആൾക്കാർ ഇരുന്നിട്ട് പിന്നെ ശീശ വലിക്കുന്നുണ്ട്. പിന്നെ കുറേ ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നുണ്ട്, കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്. അങ്ങനെ വലിയ ആൾക്കാരൊന്നും ഇല്ല ഇന്ന്, എന്നാലും കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം ഇനി ഇവിടുന്ന് അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1-2 ചെറിയ പരിപാടികളുണ്ട്. അപ്പോൾ നമുക്ക് ആ പരിപാടികളിലേക്കൊക്കെ ഒന്ന് കടക്കാം. ചെറിയ പരിപാടികളുണ്ട്. ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ നല്ല കട്ടൻ ചായയും സുലൈമാനിയും പരിപ്പാട്, നല്ല ചൂട് പരിപ്പാട, നല്ല കിടിലം പോലത്തെ തണുപ്പ്, നല്ല മലൻ്റെ മുകളിൽ അലൈൻ ജബൽ ഹഫീദിൻ്റെ മുകളിലുള്ളത്. നമ്മളെ ഫവാസ് പാട്ട് പാടുന്നുണ്ട്. അപ്പോൾ സുലൈമാനിയും പരിപ്പാടിയും ഈ തണുപ്പും ആഹാ അന്തസ്. ചായ ചായ ഇത് പോയല്ലോ. അടുത്തതായി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രിയങ്കരനായ ഗായകൻ ഞാൻ തന്നെ മടിയിട്ടുള്ള ഒരു ഹിന്ദി സോങ്. दूर तुझसे मैं रह के बता क्या करूं सुना सुना है जहां अब जाऊं मैं कहां बस इतना मुझे समझा जा भीगा भीगा है समा ऐसे में है तू कहाँ भीगा भीगा है समा ऐसे में है तू कहाँ मेरा दिल ये पुकारे आजा मेरे गम के सहारे आजा मेरा दिल ये पुकारे आजा है तमन्ना हमें तुम्हें दुल्हन बनाए तेरे हाथों पे मेहंदी अपने नाम की सजाए तेरी लेने बनाए तेरे सदके उतारे है तमन्ना हमें मेरी दुनिया तुम ही हो तुम ही आसरा दुआएं सुनो सजाएं सुनो मुझे അങ്ങനെ ജബൽ ഹഫീത്തിൽ ചെറിയൊരു പാട്ട്, പിന്നെ ചെറിയൊരു ചായ, പരിപ്പുവട കുടിക്കൽ, തിന്നൽ, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് ചിരിയും കളിയെല്ലാം ആക്കി ഇപ്പം നമ്മൾ വീണ്ടും തിരിച്ച് താഴേക്ക് പോവുകയാണ്. അപ്പോൾ താഴേക്ക് പോകുമ്പം ഉള്ള ഒരു ചെറിയൊരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ്. ഈ എൻ്റെ ബാക്കിൽ കാണുന്നത് ഈ ചീനച്ചട്ടി മറിച്ച് വെച്ച പോലെ കാണുന്നത് അലൈൻ സിറ്റിയാണ് ഈ കാണുന്നത്. രാത്രിയിലുള്ളൊരു വ്യൂ ആണ്. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് എന്നുള്ള എനിക്കറിയില്ല. അതങ്ങനെ അത് താഴേക്ക് നമ്മൾ ഈ ഇതുവഴി ഇങ്ങനെ താഴേക്ക് ഇറങ്ങി പോന്ന്, അത് മല ഇങ്ങനെ അതിലേക്ക് പോന്ന് അങ്ങനെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഈ കാണുന്നത് അലൈൻ സിറ്റിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല കിട്ടില്ലം പോലത്തെ വ്യൂ ആണ്. അപ്പോൾ യുഎയിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും വന്ന് കണ്ടത് തന്നെയായിരിക്കും ഈ ജബൽ ഹഫീത്ത് എന്ന് പറയുന്നത് അലൈനിലുള്ള ഈ കുന്ന്. അപ്പം ഞാൻ പണ്ട്, അതായത് കുവൈത്തിലൊക്കെ പോകുന്നതിന് മുമ്പ് ഞാൻ പിന്നെ യുഎയിലുണ്ടായിരുന്നു ഫസ്റ്റിൽ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ അലൈനിലുണ്ടായിന്. പക്ഷെ അന്നേരം എനിക്കിവിടെ വരാൻ പറ്റിയിട്ടില്ല. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇവിടെ യുഎയിലെത്തിയപ്പം ഇവിടെ വരാൻ പറ്റി. അപ്പം നമ്മളെ നമ്മളെ തലവരയിലുണ്ടെങ്കിൽ അത് എപ്പെങ്കിലും ഒരിക്കൽ വരും, അത് നമ്മളെ ജീവിതത്തിലേക്ക് എത്തും. അതിനുള്ളൊരു തെളിവാണിത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1 വർഷത്തോളം അലൈനിൽ ഈ ജബൽ ഹഫീത്തിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് ഏകദേശം വളരെ അടുത്തൊരു 10 മിനിറ്റ് പോകേണ്ട ദൂരത്തിലാണ് അലൈൻ മാളിൻ്റെ അടുത്താണ് എൻ്റെ താമസം ഉണ്ടായിരുന്നത്. 1 വർഷത്തോളം ഞാൻ അവിടെ ഉണ്ടായിട്ടും എനിക്ക് ഈ മലയിലേക്ക് വരാൻ പറ്റിയിട്ടില്ല. പക്ഷേ അവിടുന്ന് നിർത്തിപ്പോയി. എന്നിട്ട് പിന്നെ കുവൈത്തിൽ പോയി 10 വർഷം കുവൈത്തിൽ നിന്ന്, എന്നിട്ട് നാട്ടിൽ 2 വർഷം നിന്നിട്ട് ഇവിടെ ഇപ്പോൾ വിസിറ്റ് വന്നപ്പോഴാണ് എനിക്ക് ഇവിടെ വരാൻ പറ്റിയത്. അപ്പോൾ അതിലൊരു ഭാഗ്യമാണ്. പിന്നെ ഇത് നമ്മളെ ടീംസ് ഉണ്ട് ഇവിടെ. നമ്മുടെ പ്രിയങ്കരനായ ഫവാസ് ബ്രോയും, പിന്നെ മറ്റേത് നമ്മുടെ കാക്കൻ്റെ അങ്കിളുടെ മകൻ ഉമ്മർ കുട്ടിയുമുണ്ട്.
അവർ ഫോട്ടോ എടുത്ത് കളിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മളിനി ഇവിടുന്ന് താഴേക്ക് പോകാൻ പോവാണ്. അപ്പോൾ താഴെ പോയിട്ട് അവിടെ എന്താടാ മറ്റേ പേര് മംസാറാ ഇപ്പൊ നമ്മ താഴെ ആര് ഗ്രീൻ മുബസ്സറ എന്ന് പറഞ്ഞിട്ട് വേറെന്തോ പാർക്കും. അവിടെ എന്തോ ഒരു വെള്ളം ഒരു അരുവിയുണ്ട്. അത് എല്ലാ കാലാകാലവും അത് ഭയങ്കര ചൂടായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത് കേട്ടത്. ഏത് തണുപ്പ് കാലഘട്ടമായാലും ആ വെള്ളം അരുവിയിലൂടെ പോകുന്നത് ചൂടായിരിക്കും. അപ്പോൾ നമുക്ക് അതുപോലെ ഒന്ന് കണ്ടിട്ട് അങ്ങോട്ട് പോവാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഒഴുകി വരുന്ന അരുവി എന്ന് പറഞ്ഞത്. പിന്നെയും പറഞ്ഞത് ഗ്രീൻ മുബസ്സർ അല്ലേ, അതാണ് ഈ പാർക്കിൻ്റെ പേര്. അതായത് ഈ മലയുടെ അടിഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പാർക്കാണിത്. നമ്മുടെ മലയാണ് ഈ കാണുന്നത്, ബൈത്ത് ഹഫീദ്. അങ്ങ് അവിടുന്ന് തൊട്ട് തുടങ്ങിയിട്ട് അതങ്ങനെ പോയെന്ന്, അതങ്ങനെ കുന്നിൻ്റെ മുകളിൽ അവിടെ എല്ലാം അതങ്ങനെ പോയി, പിന്നെ ഇത് ഇങ്ങനെ പോയിട്ട് അങ്ങത്തോളുണ്ട്. സോറി ബൈത്ത് ഹഫീത്ത് അല്ല, ജബൽ ഹഫീത്ത്. അപ്പോൾ അതങ്ങത്തോളം പോകുന്നുണ്ട്. ഇവിടെ പിന്നെ ഇവരെന്തോ മറ്റേ ചെയ്തിട്ട് ഗ്രീൻ അടിച്ചാണ്, ശരിക്കും ഗ്രീനൊന്നും ഇല്ല. അപ്പോൾ ഇവിടെ ഉള്ള ഒരു അരുവിയാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അരുവി ഇത് നാച്ചുറലാണല്ലേ. അപ്പോൾ ഈ അരുവിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വേനലായാലും ശരി, നല്ല തണുത്ത കാലാവസ്ഥയായാലും ശരി, നല്ല ചൂട് കാലാവസ്ഥയായാലും ശരി, എപ്പോഴും ഈ ഒരു അരുവി, എപ്പോഴും ഈ ഒരു വെള്ളം, ഈ ഒരു ഒഴുക്ക് ഉണ്ടാവുന്ന പറയുന്നത്. ഒരു കാലത്തും ഇത് പറ്റൂല എന്നാണ് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ ഒരു സംഭവം ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എൻ്റെ മോനെ എടി ഇതൊരു അത്ഭുതം തന്നെ കേട്ടാ. കിളി പോയോന്നാ. കാരണം എൻ്റെ പൊന്നുമക്കളെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10-12 വർഷം മുമ്പ്, അതായത് എൻ്റെ സ്റ്റാർട്ടിങ് ടൈമിൽ ഞാനിവിടെ അല്ലയിൽ ഉണ്ടായ സമയത്ത് ആരോ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഈ ജബൽ ഹഫീത്ത് ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ പറയുന്നതാണ്. എന്നോട് ആ സമയത്ത് ആരോ പറഞ്ഞാണ്, അതായത് ഇവിടെ ഒരു അരുവിയുണ്ട്, എന്ത് കാലാവസ്ഥയായാലും ആ അരുവിയിലൂടെ വരുന്ന വെള്ളത്തിന് ഭയങ്കര ചൂടായിരിക്കും. അപ്പം ആ എന്നത്തെ ഒരു ഓർമ്മയിലാണ് ഇപ്പം ഞാൻ ഈ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം 10-16 വർഷങ്ങൾക്ക് ശേഷം മറ്റാണ് 13-14 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ വന്നത്. അപ്പോൾ ഈ മറ്റേ ഇവിടെ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോഴാണ് ഞാൻ അനിയനോട് പറയുന്നത്, എടാ ഇങ്ങനെ ഒരു സംഭവം പറയുന്നിട്ടാണ് ഉള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ അവൻ പറഞ്ഞാൽ താഴെത്തിക്കാൻ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നെയാണ്. എൻ്റെ പൊന്നു മക്കളെ, ഇതിൻ്റെ പ്രത്യേകത ഈ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കട്ട തണുപ്പായാലും ശരി, കട്ട ചൂടായാലും ശരി, എപ്പോഴും ഇവിടെ ഈ വെള്ളം ഇങ്ങനെ ഒഴുക്കുണ്ടാവുമെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല ഒരു ഇതാ എന്താ ചൂട് എന്ന് പറഞ്ഞാലേ, എൻ്റെ മോന് നല്ല ചൂടുണ്ടേ. അപ്പോൾ ആ ചൂടിപ്പം നിങ്ങളെ സത്യമായിട്ട് ആ ചൂടിപ്പം നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാന്നല്ലാണ്ട് ഇതാക്കാൻ കഴിയില്ല. നല്ല ചൂട് എന്ന് പറഞ്ഞാൽ നല്ല ചൂടുള്ളൂ. ഒരു ഇച്ചിരി കൂടെ ചൂടുണ്ടായിരുന്നെങ്കിൽ കുറച്ച് ചായപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ചായ ഇടുന്നതിനാക്കി കുടിക്കുക. പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ നല്ല കട്ടൻ ചായ അല്ലെങ്കിൽ സുലൈമാൻ അടിക്കുക. അതിന് ഏകദേശമുള്ള അത്ര തിളക്കുന്ന വെള്ളം അല്ലെങ്കിൽ നല്ല ചൂടുള്ള വെള്ളമാണ്. അപ്പോൾ ഇതൊരു സത്യമായിട്ട് എൻ്റെ ലൈഫിൽ കണ്ട ഒരു ഭയങ്കര അത്ഭുതം തന്നെയാണിത്. ഒന്നാമത് ഈ തണുത്ത കാലത്തായാലും ചൂട് കാലത്തായാലും ഒഴുക്കുണ്ടാകും എന്ന് പറയുന്നത് ഒരു വലിയൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അത് പല സ്ഥലങ്ങളിൽ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം, അതായത് ഈ ഇത്രയും നല്ല തണുത്ത സമയത്ത് ഇപ്പോൾ ഏകദേശം 10 ഡിഗ്രി, അതിൻ്റെ ഏകദേശം ആ റേഞ്ചിലായിട്ടാണ് തണുപ്പുള്ളത്, നല്ല തണുപ്പുണ്ട്. പക്ഷെ ആ വെള്ളം എന്താ ചൂട് തരാ എൻ്റെ പൊന്നു മോനെ. അപ്പോൾ ഇവിടെ ഇതാ ഫോട്ടോഷൂട്ടാണ്. അപ്പം മലയുടെ താഴ്ഭാഗത്താണ് ഉള്ളത്. ഇത് ഇവിടെ നല്ല ഗ്രീനറിയാണ്. അങ്ങോട്ടേക്ക് അവിടെ നല്ല കാപ്പി കളറാണ്. പിന്നെ അവിടെ അങ്ങനെ, അതായത് നമ്മൾ മുകളിലേക്ക് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ട മലയുടെ മുകളിലേക്ക് കയറി പോകുന്ന വഴിയാണത്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ മ്യൂസിക്കും BGM ഇട്ടിട്ട് കാണിച്ചതല്ലേ, ആ വഴിയാണത്. അപ്പോൾ എന്തായാലും ജബൽ ഹഫീത്ത്, അതായത് അലൈനുള്ള ജബൽ ഹഫീത്ത് കണ്ടു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ UAE കാണാൻ അവസരം കിട്ടിയ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ എന്നെപ്പോലെ ഞാൻ പറഞ്ഞില്ല മുമ്പ് 3 വർഷം 4 വർഷം അബുദാബിയിലുണ്ടായിട്ടും 1 വർഷത്തോളം അല്ലെങ്കിൽ ഇതിൻ്റെ താഴത്തുണ്ടായിട്ടും എനിക്ക് എൻ്റെ മുകളിൽ കയറാൻ പറ്റിയിട്ടില്ല. 3 വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ടത്.
അപ്പോൾ അതുപോലെ ഇവിടെ ഒരുപാട് വർഷങ്ങളായിട്ടും ഇതിൻ്റെ മുകളിലേക്ക് വരാത്ത കാണാത്ത ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ലൈഫിൽ കിട്ടുന്ന നല്ലൊരു ചാൻസാണ് മിസ് ചെയ്യുന്നത്. എന്തായാലും ഇങ്ങോട്ടേക്ക് വരണം. നല്ലൊരു വൈബുള്ളൊരു ഏരിയയാണ്. പക്ഷേ വരുമ്പോൾ ഞാനിപ്പോൾ ഈ വന്നതുപോലെ സന്ധ്യയ്ക്ക് ശേഷമല്ല, ഒരു ലൈറ്റ് ഔട്ട് ആകുന്നതിന് മുന്നേ തന്നെ വരാൻ പറ്റണം. എന്നിട്ട് പിന്നെ ആ രാത്രി അങ്ങനെ നിന്ന് രാവിലെ വരെ പറ്റുമെങ്കിൽ നിൽക്കുക. നമ്മളിപ്പം ഏകദേശം 10, 11:30, 12 മണിക്കാണ്ടാണ് ഇവിടെ എത്തിയത്. 12 മണിക്കാണ്ടാണ് ഇവിടെ എത്തിയത്. അപ്പോൾ 10 മണിക്കാണ്ടാണ് അബുദാബിയിൽ നിന്ന് വിടുന്നത്. 12 മണിയായിട്ടാണ് എടുത്തുമ്പോൾ. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ 5:30 മണിക്കാറ്റാണ് അവിടുന്ന് 3 താഴേക്ക് ഇറങ്ങിയത്. ഇപ്പോൾ ഏകദേശം 6:15 മറ്റായി. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് വണ്ടി വിടാൻ പോവാണ്. ഇനി നമ്മൾ നേരെ നാട്ടിലേക്കല്ലേ അതെ. അപ്പോൾ ഇനി നമ്മൾ നേരെ അബുദാബിയിലേക്ക് തിരിച്ചു പോവാണ്, മുസഫയിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വീഡിയോ ആദ്യത്തെ UAE വന്നിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾ അമർത്തുക. എന്നാലും നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടും. പിന്നെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാക്സിമം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇതിൽ ഇൻസ്റ്റഗ്രാം പേജിൻ്റെയും ഫേസ്ബുക്ക് പേജിൻ്റെയും ലിങ്കുകളുണ്ട്. അതിൽ കയറിയിട്ട് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വേറെ എന്തെങ്കിലും ആയിട്ട് വീണ്ടും വരും. അങ്ങനെ പുതിയൊരു വീഡിയോയിൽ വീണ്ടും വേറെ എന്തെങ്കിലും ആയിട്ട് വരുന്നത് വരെ ജംഷിദ് ഗഫൂർ, യുവർ ബഡി ട്രാവൽ. Your buddy travel. എൻ്റെ മോനെ ഞാൻ പേടിച്ചിട്ടാ, സത്യമായിട്ട് പേടിച്ചു.